വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ ദാ LSS-ലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അതിഗംഭീരമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് EVS-ലെ പ്രധാനപ്പെട്ട ചില LSS ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം ഓരോ ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ദാ ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളിലുള്ള റൂട്ട്സ് വേര് പടലങ്ങൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ, 2 ടൈപ്പ് ഉണ്ട്, ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും, അതായത് തായ് വേരും നാരുവേരും. അപ്പൊ ഈ ആദ്യം കാണുന്ന ചിത്രം സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. യെസ്, അവിടെ ഇതാ മെയിൻ ആയിട്ടുള്ള ഒരാൾ ഇതാ താഴേക്ക് വളർന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ബ്രാഞ്ചുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന പേരായിരുന്നു, യെസ്, എന്ത് പേരാണ്, ടാപ്പ് റൂട്ട് എന്നാണ് നമ്മൾ അതിനെ വിളിച്ചത്. സോ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ, ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ എന്താണ്, തായ് വേര് പടലമാണ്. ഇനി രണ്ടാമത്തേത് നോക്കിയേ നിങ്ങൾ, ഒരേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വേരുകള് നമ്മുടെ സ്റ്റെമ്മിന്റെ, നമ്മുടെ കാണ്ഡത്തിന്റെ താഴേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഫൈബ്രസ് റൂട്ടാണ് ഇവര്. ഫൈബ്രസ് അല്ലെ, ഫൈബ്രസ് റൂട്ട് അഥവാ മലയാളത്തിൽ നമ്മൾ എന്ത് വിളിക്കും, നാരുവേര് പടലം. ഓക്കെ, നാരുവേര് പടലം. ഓക്കെ, തായ് വേര് പടലം ഉണ്ട്, ഞാൻ ഫുൾ എഴുതിയിട്ടില്ല. ഓക്കെ, ടാപ്പ് റൂട്ട് സിസ്റ്റം, അതേപോലെ തന്നെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അതായത് തായ് വേര് പടലവും അതേപോലെ തന്നെ എന്താണ്, നാരുവേര് പടലവും. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം ഇതാണ്. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ബേർഡ്സ്. ഓക്കെ, പക്ഷികളുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നിട്ടുള്ള ഓരോ ഓപ്ഷൻസും നമ്മൾ വായിക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആദ്യം തന്നെ കാണുന്നത് അതാണല്ലോ എന്നൊന്നും വിചാരിക്കരുത്, കംപ്ലീറ്റ് വായിക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. അപ്പൊ ചോദ്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട്. ബേർഡ്സ് ഹെൽപ്സ് ഇൻ ദ കൺട്രോൾ ഓഫ് പെസ്റ്റ് അല്ലെ, കീടങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, നമുക്കറിയാം, ശരിയാണ്. ഓൾ ബേർഡ്സ് മേക്ക് നെസ്റ്റ്, എല്ലാ പക്ഷികളും കൂടെ ഒരുക്കുന്നുണ്ടോ? നമ്മുടെ കുയിലിനെ ആലോചിക്കാൻ നിങ്ങൾ, കുയിൽ കാക്കയുടെ കൂട്ടിലല്ലേ പോവാറുള്ളത് അല്ലെ, മുട്ടയിടാൻ പോവാറുള്ളത്, കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ പോവാറുള്ളത്. അപ്പൊ എന്താണ്, എല്ലാ പക്ഷികളും കൂടെ ഒരുക്കുന്നില്ല. അപ്പൊ ഒരു ഉത്തരം നമുക്ക് കിട്ടി. ഇനി ബാക്കി കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ വായിക്കുവാണ്. ബേർഡ്സ് ഹെൽപ്പ് ഇൻ ദ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ത് വിതരണം അല്ലെ, പക്ഷികൾ ഇങ്ങനെ കായൊക്കെ കഴിക്കുന്ന സമയത്ത് ആ വിത്ത് പല സ്ഥലത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീഴുന്നുണ്ട്, അവിടെയൊക്കെ പുതിയ ചെടികൾ വളരുന്നുണ്ട്. അപ്പൊ വിത്ത് വിതരണത്തിന് സീഡ് ഡിസ്പേഴ്സൽ എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. ഇനി കാർണിവോഴ്സ് ബേർഡ്സ്, അതായത് എന്താണ്, ഈ പറയുന്ന നമ്മുടെ മൂങ്ങയെ പോലെയുള്ള അല്ലെങ്കിൽ പരുന്തിനെ പോലെയുള്ള ഇരപിടിയന്മാരെ പറ്റിയാണ് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റോഡൻസ്, അതായത് നമ്മുടെ എലികളെ പോലെയുള്ള ജീവികളൊക്കെ വളരുന്നത് തടയാനായിട്ട് ഇവര് സഹായിക്കുന്നുണ്ട്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് എന്ത്, തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. തെറ്റായതാണ് നമ്മളോട് ചോദിച്ചത്, അത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ദ പ്രോസസ്, ഓക്കെ, പ്രോസസ് ആണ് ഇവിടെ വേണ്ടത്. ദ പ്രോസസ് ബൈ വിച്ച് എന്താണ്, പ്ലാന്റ്സ് മേക്ക് ഫുഡ് അല്ലെ, അതായത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേര്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സസ്യങ്ങൾ അതായത് നമ്മുടെ ഈ പറയുന്ന എന്താണ്, പ്ലാന്റ്സ് എന്ന് പറയുന്നത് വളർന്ന് വലുതായി അവർക്ക് ഇലകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഇലയിൽ വെച്ച് അവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആഹാരം പാകം ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. അപ്പൊ അതിന് നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് അല്ലെ, ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ്. ഇവിടെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ കൃത്യമായിട്ട് ഈ പേര് കുറച്ച് കടുകട്ടി പേരാണ് അല്ലെ, പ്രകാശ സംശ്ലേഷണം. അപ്പൊ കുറച്ചൊരു കടുകട്ടി പേരായതുകൊണ്ട് തന്നെ ഒരു 2-3 തവണ എന്റെ മക്കൾ എന്ത് ചെയ്യണം, ഇതൊന്ന് വായിക്കണം, എന്നിട്ട് ഇതൊന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഫോട്ടോസിന്തസിസ് അഥവാ എന്താണ്, പ്രകാശ സംശ്ലേഷണം. ഓക്കെ, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴിയാണ് ചെടികൾ എന്ത് ചെയ്യുന്നത്, ആഹാരം പാകം ചെയ്യുന്നത്. ഇലകളിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നാൽ ഇതോട് കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത്, തൈച്ചെടി ആവുന്ന സമയത്ത്, ഇലയൊക്കെ വരുന്നതിന് മുമ്പേ അതിന് വേണ്ട ഫുഡ് കിട്ടുന്നത് എവിടുന്നാണ്, അത് കൊട്ടിലിടണം, അത് ബീജപത്രമാണ്. അപ്പൊ രണ്ടും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് തൈച്ചെടി അതായത് വിത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ചെടിയായി ഇലകളൊക്കെ വന്നു, ഇലകൾ വന്നാൽ പിന്നെ എന്താണ്, ഇലയിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തിലൂടെ, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ. ഓക്കെ, അത്രയും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്. പ്രഥമ ശുശ്രൂഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ ഫസ്റ്റ് എയ്ഡ്? ഓക്കെ, കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് പറയുന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ് അപകടം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നൽകുക. അവിടെ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന് വലിയ റോൾ ഒന്നും ഇല്ല അല്ലെ. അടുത്ത എന്താണ് അപകടത്തിൽപ്പെട്ടവർക്ക് ഡോക്ടറുടെ സഹായത്തോടെ ആശുപത്രിയിൽ ചികിത്സ നൽകുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ ഇതൊന്നും ഫസ്റ്റ് എയ്ഡ് അല്ല അല്ലെ. അടുത്ത നോക്കിയേ അപകടത്തിൽപ്പെട്ടയാൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് വരെയുള്ള പരിചരണം. യെസ്, ദ കെയർ ഗിവൺ ടു എ പേഴ്സൺ ഹു മീറ്റ്സ് വിത്ത് ആൻ ആക്സിഡന്റ് until he or she receives medical assistance. ലാസ്റ്റ് അപകട സ്ഥലങ്ങളെ കുറിച്ചുള്ള സൂചന നൽകലാണ്. അതും ഫസ്റ്റ് എയ്ഡും തമ്മിൽ ബന്ധമില്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് മടിയൊന്നും വിചാരിക്കാതെ ഓപ്ഷൻസ് വായിക്കുക, എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, ഉത്തരം കിട്ടും. അപ്പം മറക്കരുത് കേട്ടോ, നമ്മുടെ ആൻസർ എന്താണ്, ദ കെയർ ഗിവൺ ടു എ പേഴ്സൺ ഹു മീറ്റ്സ് വിത്ത് ആൻ ആക്സിഡന്റ് until he or she receives medical assistance. അതായത് നമ്മൾ ഒരു അപകടമൊക്കെ എത്തിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് എത്തിക്കണം, പക്ഷെ അതിനു മുമ്പേ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ അങ്ങനെ നമ്മൾ എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില സഹായങ്ങളുണ്ട് അല്ലെ. ആ കെയറിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ ആദ്യം തന്നെ നൽകുന്നതാണ്. അത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും വേഗത്തിൽ താഴേക്ക് കൂപ്പുകുത്തുന്ന പക്ഷി, ദ ബേർഡ് ദാറ്റ് ക്യാൻ പ്ലഞ്ച് ഡൗൺ ക്വിക്ലി അല്ലെ. ഏറ്റവും വേഗത്തിൽ ഇങ്ങനെ താഴേക്ക് കൂപ്പുകുത്തുന്ന പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താണ്, പെരിഗ്രൻ ഫാൽക്കൺ ആണ്. ഓക്കെ, ഫാൽക്കൺ ഓർത്തു വെക്കുക, പെരിഗ്രൻ ഫാൽക്കൺ ആണ് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടെ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യിൽ മുറിവേറ്റ ഒരാൾക്ക് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാ പറഞ്ഞത് കേട്ടോ. അതായത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചോദ്യം എപ്പോഴും എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കും. ചിലപ്പോൾ എപ്പോഴും ശരിയായത് തന്നെ ചോദിക്കണം എന്നില്ല, ഈ പറയുന്ന പോലെ റോങ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ചിലപ്പോൾ നേരെ തിരിച്ചും എന്ത് ചെയ്യാം, ചോദിക്കാം. നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഓപ്ഷൻസ് തന്നുകൊണ്ട് അല്ലെങ്കിൽ വൺ വേർഡ് ആൻസർ തന്നെ വേണമെന്നൊന്നുമില്ല അല്ലെ. ഡിസ്ക്രിപ്ഷനും ഒക്കെ എന്താണ് വിവരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് കൃത്യമായിട്ട് എന്റെ മക്കൾ ചോദ്യം വായിക്കുക. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കുക, മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി കൊണ്ട് അമർത്തി പിടിക്കുക, മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യുക, വലിയ മുറിവാണെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക. ഇതിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു വൂണ്ട് പറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്തായാലും ബ്ലഡ് കുറച്ച് ക്ലോട്ട് ആയിട്ടാണ് ആ ഒരു ചോര ഒഴുകുന്നതൊക്കെ നിൽക്കുന്നത് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നീക്കം ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ മുറിവിൽ കട്ട പിടിച്ച് രക്തം നീക്കം ചെയ്യുക, റിമൂവ് ദ ബ്ലഡ് ക്ലോട്ട് ഫ്രം ദ ഇഞ്ചേർഡ് പാർട്ട് എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായ പ്രസ്താവനയാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഈ ചോദ്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ബാക്കി 3 കാര്യങ്ങളും എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം ഹോൾഡ് ദ വൂണ്ടഡ് പാർട്ട് ഹൈ എന്നൊക്കെ പറയുന്ന പോയിന്റ് ഒക്കെ നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പൊ കൃത്യമായിട്ട് ചോദ്യം വായിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. അപ്പൊ ഇതാ കുറെ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൻഡ് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു സഹായം പോലെ തോന്നിയിട്ടുണ്ട്, ഒരു സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ LSS എഴുതുന്ന എല്ലാ മക്കൾക്കും എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.